നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദ സെന്ററിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ ആ ദുഃഖങ്ങളൊക്കെ കുറഞ്ഞ് സന്തോഷം വർദ്ധിച്ചു വരുന്ന ഒരു വർഷമായിരിക്കും 2023. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു അഹങ്കാരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നത് അവർക്ക് നല്ല ഉയർച്ചയിലേക്കുള്ള ഒരു വഴിത്തിരിവായിരിക്കും. ജോലി സ്ഥലത്ത് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് നല്ല ഉയർച്ച ഇവർക്ക് കരിയറിൽ ലഭിക്കാൻ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ജോലി സ്ഥലത്ത് പരദൂഷണം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക. അത് ഇവർക്ക് ജോലിക്ക് നല്ലതായിരിക്കും. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. ശുഭകാര്യങ്ങളും മംഗളപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ സ്വന്തം വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾ കാരണം അഭിമാനമുണ്ടാകുന്ന ഒരു സാഹചര്യവും കുടുംബത്തിലുണ്ടാവാനുള്ള സാധ്യത 2023 ബന്ധുക്കാരൊക്കെ സപ്പോർട്ടായിട്ട് വരുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ വാഹനം, വീട് അതൊക്കെ മാറാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ബിസിനസ് ലാഭത്തിൽ തന്നെ വരും. പക്ഷേ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതൊരല്പം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും നല്ലൊരു പവറും കിട്ടാനും കൂടി നല്ലൊരു സമയമാണ് 2023. മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അലസത സ്വഭാവം അല്ലെ മടി സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി പ്രവർത്തിച്ചാൽ അവർക്ക് ഹൈ ലെവലിലേക്ക് പോകാനും കൂടെ നല്ലൊരു വർഷമാണ് 2023. കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ അവരെന്താണോ അവരുടെ വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിക്കുന്ന മാർക്ക് അതിൻ്റെ ഡബിളും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ ഏകാഗ്രത മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് നമുക്ക് മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, അനാവശ്യമായ പേടി, അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് ഈ വർഷം നല്ലത്.